നമ്മൾ ഇന്നു മുതൽ ഏറ്റവും കൂടുതലായി മുഹറം 9-ലും 10 ദിവസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതലായി പറയേണ്ട ഒരു ദിക്റുണ്ട്. ഈ ദിക്ർ പറഞ്ഞാൽ കിട്ടുന്ന 2 വമ്പൻ നേട്ടങ്ങളുണ്ട്. രണ്ടാലൊരു നേട്ടം എന്തായാലും നമുക്ക് കിട്ടിയിരിക്കും. ഈ ദിക്ർ പറയേണ്ട രൂപത്തിൽ പറഞ്ഞാൽ വെറും പാഴായി പോവില്ല. പറഞ്ഞ ആ ദിക്റിന്റെ പ്രതിഫലമായി രണ്ടാലൊരു കാര്യം അള്ളാഹു എനിക്കും നിങ്ങൾക്കും തരും. അത് ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുന്നതോടൊപ്പം തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിടിക്കാൻ വളരെ ആഗ്രഹിച്ചിരുന്ന നോമ്പാണ് മുഹറം 9ന്റെ നോമ്പ്. ശ്രദ്ധിച്ച് ഇന്നത്തെ ക്ലാസ് കേൾക്കണേ. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് ദിക്റും സ്വലാത്തൊക്കെ നമ്മൾ ചൊല്ലണം. അത് ഏതൊക്കെയാണെന്ന് വിശദമായിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അള്ളാഹു എന്നെയും നിങ്ങളെയൊക്കെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന, സ്നേഹ, ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നല്ല ഖൈറായ ഒരു ജീവിതം, അതിൽ രോഗങ്ങളില്ലാത്ത, വിഷമങ്ങളില്ലാത്ത, സങ്കടങ്ങളില്ലാത്ത ഉണ്ടാകും. അതൊക്കെ സഹിച്ചും ക്ഷമിച്ചുമൊക്കെയുള്ള നല്ല ഒരു ജീവിതം എന്ന് തന്നെ പറയാം. കാരണം വിഷമങ്ങളും പ്രയാസങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു ജീവിതം അള്ളാഹു ദുനിയാവിൽ ആർക്കും കൊടുത്തിട്ടില്ല. അത് കൊടുത്തിരുന്നു എങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷെ നബിതങ്ങൾ പോലും ഒരുപാട് പ്രശ്നത്തിലും പ്രയാസത്തിലുമാണ് കഴിഞ്ഞുപോയത്. ഞാനീ പറഞ്ഞത് പല ആൾക്കാരും ഇങ്ങനെ ഈ ദുആ രക്കാൻ വേണ്ടി ഇങ്ങനെ നേരിട്ട് കണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചില ആളുകൾ പറയും, ഉസ്താദ് എത്ര നേർച്ച നേർന്നു, എത്ര ദുആ ചെയ്തു, എത്ര പള്ളികളിലേക്ക് പൈസ കൊടുത്തു, എന്നിട്ടൊന്നും ഈ അസുഖം മാറുന്നില്ല, കടം മാറുന്നില്ല, വിഷമം മാറുന്നില്ല, സങ്കടം മാറുന്നില്ല, ഇതെന്താണിത്? ഇങ്ങനെയൊക്കെ ഒരു പരിഭവം, അതായത് ചെയ്തിട്ടും അതിൻ്റെ ഫലം കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു പരിഭവം പോലെ പലരും പറയാറുണ്ട്. അവസാനം പറയും, എനിക്കിപ്പോൾ ഇതിലൊന്നും വിശ്വാസമില്ല, എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ പറഞ്ഞൊരു എന്താ പറയുക, ഒരു അഴകുഴമ്പൻ എന്ന് മലയാള ഭാഷ, അഴകുഴമ്പൻ ഒരു ഇസ്ലാമായിട്ട് നടക്കുന്ന ചില ആൾക്കാരുണ്ട്. ഒരിക്കലും അങ്ങനെ ആവരുത്. അങ്ങനെയൊക്കെ ആവണമെങ്കിൽ ഈ സ്വഹാബിമാരും പ്രവാചകന്മാരൊക്കെ എന്നേ അങ്ങനെ ആയേനെ. ഇവിടെ അവരുടെയൊക്കെ ജീവിതത്തിൽ എത്ര വിഷമമെന്നറിയോ. ഒരെണ്ണം പോവണ്ട, അതിനു മുമ്പേ അടുത്ത വിഷമം വരികയാണ്. എന്തിനേറെ ലോകത്ത് ഇപ്പോൾ പ്രശ്നമില്ലാത്ത ആരാ ഉള്ളത്? ഇപ്പോൾ നിങ്ങൾ ഓർക്കുമോ, യൂട്യൂബിൽ കയറി ഉസ്താദ് എത്രയോ ദുആ പറയുന്നു, എത്രയോ ദിക്ർ പറയുന്നു. അർഷദ് ബദരിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് പല. അർഷദ് ബദരിക്ക് പ്രശ്നമൊന്നുമില്ല, മൂപ്പർക്ക് നല്ല മൂപ്പരുടെ എന്ത് ലൈഫാണ്. അതാണ് പലരും ചോദിച്ചത്, നിന്റെയൊക്കെ ജീവിതമാണ് ജീവിതം എന്ന് പലരും ഇങ്ങനെ പറയാറുണ്ട്. സത്യത്തിൽ ഞാൻ അവരെ നോക്കി എന്താ പറയുക, ഒന്ന് ചിരിക്കേ മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ ജീവിതത്തിലെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഞാൻ പറയാൻ നിന്നാൽ എനിക്ക് അതിനേ സമയം ഉണ്ടാവുള്ളൂ. നിങ്ങൾ നോക്കുമ്പോൾ എല്ലാ ദിവസവും ഉസ്താദ് വന്നോ വല്ല ഷാളൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ക്ലാസ് എടുക്കുന്നു, ചിരിക്കുന്നു, പറയുന്നു, ദുആ രക്കുന്നു. ഉസ്താദ് അല്ല ഖൈർ. എന്നാൽ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം പടച്ചോൻ തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണമായി പല ദുഃഖങ്ങളുമുണ്ട്. നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകും, അല്ലെ? നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട്, സഹോദരിമാർക്ക്, അവരുടെ മക്കൾക്ക് ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ മക്കൾക്ക് തന്നെ പല അസുഖങ്ങളും രോഗങ്ങളൊക്കെ ഉണ്ട്. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും, നമ്മുടെ മക്കളുടെ, നമ്മുടെ മാതാപിതാക്കളുടെ എല്ലാവരുടെയും രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എനിക്കുള്ള വിഷമമല്ല നിങ്ങൾക്കുണ്ടാവുക, നിങ്ങൾക്കുള്ള വിഷമമല്ല എനിക്കുണ്ടാവുക. നമ്മുടെ വിഷയം അതല്ല. എന്നാൽ ഒരു കാര്യം കൂടി ഞാൻ ഈ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. 2 ദിവസം മുമ്പ് ഞാൻ ഈ ക്ലാസ് പറയുന്നത് എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിൽ എൻ്റെ റൂമിൽ ഇരുന്നിട്ടാണ് ഞാൻ എൻ്റെ മുഅ്മിനീങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത്. ഇവിടെ എൻ്റെ റൂമിൽ ഒരു സഹോദരൻ വന്നു. എൻ്റെ സഹോദരൻ വന്നിട്ട് എൻ്റെ കട്ടിലിരുന്നു. എന്നിട്ട് അദ്ദേഹം ആദ്യം ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഒന്നും പറയുന്നില്ല, സലാം പറഞ്ഞു വന്നു. എൻ്റെ കട്ടിലിരുന്നിട്ട് അദ്ദേഹം ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ഷർട്ട് പതിയെ ഇങ്ങനെ പൊക്കി കാണിച്ചു. നോക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ വയറിൻ്റെ ഇടതുഭാഗത്ത് ഒരു സഞ്ചി, പുറത്തേക്കൊരു സഞ്ചി ഇങ്ങനെ കിടക്കുക. സഞ്ചി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കവർ, അതിൽ മൂത്രവും അതുപോലെ തന്നെ മലവും കെട്ടിക്കിടക്കാൻ അങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്തൊക്കെ സംഭവം എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഉസ്താദേ, എൻ്റെ മലദ്വാരം അടഞ്ഞുപോയി, ക്യാൻസർ വന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് അത് പോയി. എന്നിട്ട് ഡോക്ടർമാരിപ്പോൾ ഈ മലം പോവാൻ വേണ്ടി ഇങ്ങനെ ഒരു ബാഗ് പുറത്തേക്ക് വെച്ച് തന്നിരിക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടെങ്കിൽ ഞാൻ എത്ര സമയം ആ ബാഗ് പിടിക്കും? എനിക്ക് അസ്വസ്ഥതയാണ്. കാരണം എവിടെയെങ്കിലും ആ സാധനം ഒന്ന് വെക്കണം. ഇപ്പോൾ നമ്മുടെ സഹോദരിമാരൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ ഒരു ബാഗ് ഇങ്ങനെ തൂക്കും. അവർക്ക് സൗകര്യം കിട്ടിയാൽ എവിടെയെങ്കിലും അവർ ഊരി വെക്കും. ഇത് ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാ സമയത്തും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ ആ മലവും മൂത്രമുള്ള ആ ബാഗ് ഇങ്ങനെ ചുമക്കുമല്ലേ. അപ്പോൾ നമുക്കൊക്കെ അല്ലാഹു തആല എത്രയോ നിഅമത്ത് തന്നിട്ടുണ്ട്. ആ നിഅമത്തൊക്കെ ഓർക്കേണ്ട, അതിനൊക്കെ ശുക്ർ ചെയ്യേണ്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. പരിശുദ്ധമായ താസുആ, ആശൂറാ. കാരണം അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വല്ലാത്ത പരീക്ഷണമായിരുന്നു. അയ്യൂബ് നബിയുടെ ശരീരത്തിൽ ഇനി ഇല്ല,
നാവിൽ മാത്രമേ വരാത്തുള്ളൂ, ബാക്കി മുഴുവൻ അവയവങ്ങളിലും പുഴു ഇങ്ങനെ അരിക്കുകയാണെന്നാണ്. പുഴു ഇങ്ങനെ വന്ന് അരിക്കുകയാണ്. ജീവനുള്ള ശരീരത്തിൽ ഇങ്ങനെ പുഴു വരിക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അവസ്ഥയല്ലേ? ഭയങ്കര ദുർഗന്ധം വന്നു എന്നാണ്. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ അയ്യൂബ് നബിയുടെ ഭാര്യയും മകനാകുന്ന ദുൽകിഫിൽ, അദ്ദേഹം പ്രവാചകരാണ്, ഇവർ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും അവരെ ഇട്ടെറിഞ്ഞു പോയി. ആ അയ്യൂബ് നബി ക്ഷമിച്ചു നിന്നു, അല്ലാതെ അല്ലാഹ് എന്നെ പരീക്ഷിച്ചു എന്നും പറഞ്ഞ് അങ്ങോട്ട് ഒച്ചപ്പാടും ബഹളവും അല്ല, അവിടെ ക്ഷമിച്ചു നിന്നു. ഇപ്പൊ എൻ്റെ റൂമിൽ വന്ന സഹോദരനുണ്ട്, അദ്ദേഹം പറയുന്നു അൽഹംദുലില്ലാ എന്നാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഉസ്താദേ ഇപ്പം എനിക്കിപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, ഇതുപോലെ ഒരുപാട് ആളുകൾക്കുണ്ട് ഈ ഒരു അസുഖം. അതായത് നമ്മുടെ ബാക്ക് ഭാഗത്ത് ഇങ്ങനെ ഒരു ക്യാൻസർ വന്നിട്ട് അത് അടഞ്ഞു പോകും. അതിലൂടെ നമുക്ക് പടച്ചോൻ തന്ന ആ ഒരു സംവിധാനം ഇല്ലാതെയാകും. എന്നിട്ട് അവസാനം ഈ കവറിലാണ് ഇങ്ങനെ ഒരു കവർ, അത് ഓപ്പറേഷൻ ചെയ്ത് വേറെ എന്തൊക്കെയോ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഓപ്പറേഷന് വേണ്ടിയുള്ള പൈസക്ക് വേണ്ടിയാണ് അദ്ദേഹം വന്നത്, അത് സ്വരൂപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ. അപ്പം ആ സഹോദരൻ പറഞ്ഞു, ചില ആളുകൾക്ക് ഈ ബാഗിലേക്ക് ഈ മലവും മൂത്രം പോവാതെ വരുമ്പോൾ വായിലൂടെ മലം തുപ്പിക്കളയേണ്ട ഒരു അവസ്ഥ വരുമെന്നാണ്. യാ റബ്ബ്, നമ്മൾ ദിക്ർ ചൊല്ലുന്ന, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന, അല്ലേ, നമ്മുടെ മക്കൾ നമ്മൾ ചുംബിക്കുന്ന ഈ വായിലൂടെ ഈ മലവും മൂത്രമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു പരീക്ഷണം പടച്ചവന്റെ ഭാഗത്തുനിന്ന് പിന്നെ എന്ത് കിട്ടാനാണ്? ഇങ്ങനെ 100,000 പരീക്ഷണങ്ങളുള്ള എത്രയോ ആളുകളാണ്. ഈ ക്യാൻസർ സെന്ററിലേക്ക് ചെല്ലുമ്പോഴുണ്ടല്ലോ, ഈ കുഞ്ഞുമക്കൾ അതായത് ജനിച്ച് 1 മാസം പോലും ആയിട്ടുണ്ടാവില്ല, ആ കുട്ടികളുടെ ഈ കണ്ണുണ്ടല്ലോ, ഈ കണ്ണിങ്ങനെ ഒരു കണ്ണിങ്ങനെ പുറത്തേക്ക് തള്ളി വന്നിട്ടുണ്ടാകും. കണ്ണിങ്ങനെ പുറത്തേക്ക് തള്ളി, എന്നാൽ കണ്ണിൽ ക്യാൻസർ, കൺപോളയിൽ ക്യാൻസർ, കണ്ണടച്ചിട്ടുണ്ടാവില്ല, നിർത്താതെ കരച്ചിലാണ്. എത്രയോ ഉണ്ട്. ഒരു സഹോദരൻ ഇവിടെ എൻ്റെ പള്ളിയിൽ വന്നു, അദ്ദേഹം ഇങ്ങനെ ഒരു മാസ്ക് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു തുകർത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം ആ മാസ്ക് ഇങ്ങനെ കാണിച്ചപ്പോൾ ഇവിടെ ഒരു ഹോളാണ്, ഉള്ളിൽ പല്ല് നമുക്ക് കാണാൻ പറ്റും. എന്ത് കഴിച്ചാലും പുറത്തേക്ക് അതുപോലെ പോകും. അങ്ങനെ 100,000 പ്രശ്നങ്ങൾ. അതുകൊണ്ട് അപ്പം ഇങ്ങനെ 100,000 പരീക്ഷണങ്ങളുള്ള ആളുകൾ നമ്മുടെ ചുറ്റുഭാഗം ജീവിക്കുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എനിക്കും ഈ കേൾക്കുന്ന നമുക്കൊക്കെ എത്രയോ അനുഗ്രഹമാണ് പടച്ചോൻ തന്നിട്ടുള്ളത്. നമ്മൾ എന്നിട്ടും പരാതിയാണ് പടച്ചോനോട്. പനി വന്നു, അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് അള്ളാഹിനോട് പരാതി പറയൂലേ? നമുക്ക് വിഷമം ഉണ്ടാകും, ചെറിയ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവർക്കും വിഷമം ഉണ്ടാകും. ഇപ്പോൾ തൻകുഞ്ഞ് പൊൻകുഞ്ഞാണെന്നാണല്ലോ, എനിക്കിപ്പോൾ ഒരു ചെറിയ പനി വന്നാൽ അത് എനിക്ക് വലിയൊരു അസുഖമാണ്. അപ്പോൾ വിഷമം ഉണ്ടാകും, പ്രയാസം ഉണ്ടാകും. അതൊക്കെ പിടിച്ചു നിൽക്കണം, അതിലൊക്കെ ക്ഷമ വേണം, പിടിച്ചു നിൽക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന മാസമാണ് വിശുദ്ധമായ മുഹറം മാസം. അപ്പോൾ ചില ആൾക്കാർ, ഉസ്താദ് ഞങ്ങൾക്ക് പനിയല്ല, ഞങ്ങൾക്ക് നടുവേദനയാണ്, വെരിക്കോസിന്റെ അസുഖമാണ്, അതുപോലെ തന്നെ പെടലി വേദനയാണ്, മുട്ടുവേദനയാണ്, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ. ഏത് അസുഖമാണെങ്കിലും ഞാൻ മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ ആവൂലല്ലോ, അല്ലെ? ഞാൻ മുമ്പ് നേരത്തെ പറഞ്ഞില്ല, വായിലൂടെ മലവും മൂത്രം പോകുന്ന ഒരു അവസ്ഥ അതുപോലെ പടച്ചോൻ നമുക്ക് തന്നിട്ടില്ലല്ലോ. അള്ളാഹു തരാതിരിക്കട്ടെ, അള്ളാഹു തല കാക്കട്ടെ. അതുപോലെ ആ ഒരു അവസ്ഥ ആർക്കൊക്കെ ഉണ്ടോ, അള്ളാഹു താല വേഗത്തിൽ അവർക്കൊക്കെ പരിപൂർണമായ ഷിഫാ പ്രദാനിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുകയാണ്. ഈ താസുവ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അറബിയില് വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ, ഖംസ, സിത്ത, സബ്അ, സമാനിയ, തിസ്അ. ആ തിസ്അ എന്ന് പറഞ്ഞാൽ 9 എന്നാണ്. അപ്പൊ താസുഅ 9ാമത്തെ ദിവസം, അതേ ഉള്ളൂ ആ ഒരു പേരിന്റെ. മുഹറം മാസത്തിന്റെ 9ാമത്തെ ദിവസം എന്ന ഈ താസുഅ എന്ന് അതിനർത്ഥമുള്ളൂ. അപ്പൊ മുഹറം 9ന്റെ രാവ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് വരികയാണ്. അൽഹംദുലില്ലാ. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വിശദമായി പറയുന്നു, ശ്രദ്ധിച്ച് കേൾക്കണേ. മുഹറം മാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് മുഹറം 9ന്റെയും 10ന്റെയും സുന്നത്തായ നോമ്പുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വന്നു. ആ ഹിജ്റയ്ക്ക് ശേഷം ഹിജ്റ വന്ന് എത്തുന്നത് ഒരു റബീഉൽ അവ്വൽ 12ാമത്തെ ദിവസമാണ്. അങ്ങനെ ആ വർഷം കഴിഞ്ഞു. പിന്നെയുള്ള ഒരു മുഹറം 10ന്റെ അന്ന് 10ാമത്തെ ദിവസം മദീനയിലുള്ള ജൂതന്മാരൊക്കെ ഇങ്ങനെ നോമ്പ് പിടിക്കുന്നതായി നബി തങ്ങൾ ശ്രദ്ധിച്ചു. അപ്പോൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ നോമ്പ് പിടിക്കുന്നത്? ഇത് ഞങ്ങളുടെ പ്രവാചകനാകുന്ന മൂസയെയും അനുയായികളെയും ഫിർഔൻ ഫറോവയുടെ ആ ഒരു ഉപദ്രവത്തെ തൊട്ട് പടച്ചവൻ കാത്ത ഒരു ദിവസമാണ് മുഹറം 10. അതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷമായിട്ടാണ് ഞങ്ങൾ നോമ്പ് പിടിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജൂതന്മാർക്ക് മൂസാ നബിയോടുള്ള ബന്ധത്തെക്കാൾ കൂടുതൽ നമുക്കാണ് മൂസാ നബിയോട് ബന്ധമുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9നും ഞാൻ നോമ്പ് പിടിക്കും, 10നും ഞാൻ നോമ്പ് പിടിക്കും. ഇത് 10ന്റെ നോമ്പ് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. മുഹറം 10ന്റെ നോമ്പ് ഇസ്ലാമിന്റെ തുടക്കത്തിൽ നിർബന്ധമായിരുന്നു, പിന്നീട് അത് സുന്നത്തായി.
പണ്ട് മുതലേ ഈ മുഹറം 10-ന്റെ നോമ്പ്, മുഹറം 10-ാമത്തെ ദിവസം നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ മുൻകാല പ്രവാചകന്മാർ പോലും ചെയ്ത പരിപാടിയാണ്. വ്യാഴാഴ്ച നമുക്ക് മുഹറം 9 താസുആന്റെ നോമ്പാണ്. വെള്ളിയാഴ്ച നമുക്ക് ആഷൂറ ആണ്, അതായത് മുഹറം 10-ന്റെ നോമ്പാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലവണ്ണം ഇബാദത്തിൽ മുഴുകാൻ നമ്മെ അള്ളാഹു താല അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നാമത്തെ കാര്യം നോമ്പെടുക്കലാണ്. ഇന്നും നോമ്പുള്ള സഹോദരങ്ങളുണ്ട്. നാളെ നോമ്പെടുക്കാൻ ഇപ്പോഴേ കരുതിയിട്ടുള്ള ആളുകളുണ്ട്. നമ്മുടെ മക്കളെ കൊണ്ടും പറ്റുന്ന മുതിർന്ന മക്കളൊക്കെ ഉണ്ടൊക്കെ നമ്മൾ നോമ്പ് പിടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ നോമ്പിന്റെ നീയത്തുകൾ 2-3 നീയത്ത് നമുക്ക് വെക്കാം. ഒന്നാമത്തെ നീയത്ത് നമ്മൾക്ക് റമദാനിൽ നഷ്ടപ്പെട്ടു പോയ ഖളാ ആയ നോമ്പുണ്ടല്ലോ, അത് നമുക്ക് ആദ്യം വെക്കാം. അപ്പോൾ പലരും ചോദിച്ചു, ഉസ്താദ് ഈ ഖളാ ആയി പോയ നോമ്പിന്റെ നീയത്ത് ആദ്യം വെച്ചാൽ പിന്നീട് സുന്നത്തായ നോമ്പിന്റെ നീയത്തുകൾ വെക്കാൻ പറ്റുമോ? പറ്റും. റമദാനിൽ നമ്മൾ നോമ്പ് പിടിക്കുന്ന സമയത്ത് റമദാനിന്റെ നോമ്പിന്റെ കൂടെ വേറെ ഒരു നോമ്പ് നമുക്ക് പിടിക്കാൻ പറ്റൂല. പക്ഷെ ആ റമദാനിന്റെ നോമ്പ് നമ്മൾ ഖളാ വീട്ടുകയാണെങ്കിൽ മറ്റു സുന്നത്തായ നോമ്പുകൾ കൂടി നമുക്കതിൽ വെക്കാവുന്നതാണ്. നാളത്തെ നോമ്പിന്റെ നീയത്ത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മഗ്രിബിന് ശേഷം തന്നെ നമ്മൾ വെക്കുക. ഇപ്പോൾ വെക്കണ്ട, ഇന്നത്തെ മഗ്രിബോട് കൂടിയുള്ള സമയത്ത്, ഇന്നത്തെ മഗ്രിബ് കഴിഞ്ഞിട്ടോ ഇശാ കഴിഞ്ഞിട്ടോ, അതായത് നാളെ സുബഹിക്ക് മുമ്പുള്ള ആ ഒരു ടൈമിൽ നമ്മൾ എന്തായാലും നീയത്ത് വെച്ചിരിക്കുക. എന്താ നീയത്ത് വെക്കേണ്ടത്? ഒന്നാമത്തെ നീയത്ത് റമദാനിൽ നഷ്ടപ്പെട്ടു പോയ ഫർളായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യാഴാഴ്ച ദിവസത്തിലെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ അനുഷ്ഠിക്കുന്നു. അതോടൊപ്പം തന്നെ മുഹറം 9-ന്റെ സുന്നത്തായ നോമ്പ്, താസുആന്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. ആ കൂട്ടത്തിൽ മുഹറം മാസത്തിൽ നിന്നുള്ള ഒരു സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. ഇങ്ങനെ 4 നിയ്യത്ത് ഇൻഷാ അല്ലാഹ് ഒറ്റ നോമ്പ് കൊണ്ട് ഈ 4 നോമ്പിന്റെ പ്രതിഫലവും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തരുന്നതാണ്. അപ്പോൾ നോമ്പിന്റെ കാര്യം മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, ഈ മുഹറം മാസത്തിൽ ഈ നോമ്പ് മുഹറം 10-ന്റെ നോമ്പ് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഗുഫിറ ലഹു സന എന്നാണ്. ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. അത് കഴിഞ്ഞ വർഷത്തെ ആവാം, വരാനിരിക്കുന്ന വർഷത്തെ ആവാം. അതല്ല, ഒരു കൊല്ലം നോമ്പ് പിടിച്ച പ്രതിഫലം അല്ലാഹു തആല ഈ മുഹറം മാസത്തിലെ നോമ്പിന്റെ തരുമെന്നാണ്. അല്ല, 60 വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലം അല്ലാഹു തആല തരുമെന്നൊക്കെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. കാലം മുഴുവനും നോമ്പ് പിടിച്ച പ്രതിഫലം കിട്ടുമെന്നൊക്കെ മഹാന്മാര് ഈ മുഹറം മാസത്തിലെ ആഷുറാഇന്റെ താസുആഇന്റെ നോമ്പിന്റെയൊക്കെ പ്രതിഫലമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പ്രതിഫലങ്ങൾ ഒരുപാടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതൊക്കെ നമുക്ക് നേടിയെടുക്കണം. അപ്പോൾ ഇന്നത്തെ മഗ്രിബോട് കൂടിയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? നിയ്യത്ത് വെക്കുക. ജമാഅത്ത് നമസ്കാരങ്ങളൊക്കെ കൃത്യമാക്കുക. നിസ്കാരങ്ങളൊന്നും ഖളാ ആക്കാതെ പരമാവധി ജമാഅത്തായി തന്നെ നിസ്കരിക്കുക. അതുപോലെ സഹോദരന്മാര് നിസ്കാരം വീട്ടിൽ തന്നെ നിസ്കരിച്ചാൽ മതി, അത് ഖളാ ആയി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ പിന്നെ ദിക്ർ ഔറാദുകൾ ഒരുപാട് കണ്ടധികരിപ്പിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ ഒരിക്കലും മറന്നു പോവാൻ പാടില്ല. പറ്റുന്നതുപോലെ സ്വതക്ക ചെയ്യുക, വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക. പ്രത്യേകിച്ച് ഖുർആനിലെ സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത്, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ആയത്തുൽ ഹിർസാൻ എല്ലാ അപകടങ്ങളെ തൊട്ടും മുസീബാത്തുകളെ തൊട്ടുമുള്ള വലിയ പരിചയമായി നമുക്ക് നിന്ന് തരുന്ന ആയത്തുകളാണ് ലഖദ് ജാഅക്കും. ആ ആയത്തുകൾ നമ്മൾ ധാരാളമായിട്ട് ഓതുക. അതുപോലെ തന്നെ നോമ്പ് നമ്മൾ നാളെ പിടിക്കുന്നുണ്ട്, നോമ്പ് തുറപ്പിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ പള്ളിയിലേക്ക് ആളുകൾക്ക് സുന്നത്തായ നോമ്പാണെങ്കിലും പിടിച്ചിട്ട് വരുമല്ലോ. അപ്പോൾ നാളത്തെ പള്ളിയിലേക്ക് വേണ്ടി നാളത്തെയോ മറ്റന്നാളത്തെയോ നോമ്പ് തുറക്ക് വേണ്ടി ഒരു ഈത്തപ്പഴമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ, നമ്മൾ കുറച്ച് പായസം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാൽ, എന്തെങ്കിലും നമ്മൾ ഒരു ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയാൽ നമ്മളെ കൊണ്ട് അങ്ങനെയാണ് പറ്റുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി വീട്ടിൽ ഒരാളെയെങ്കിലും, ഒരു ഉസ്താദിനെയോ അല്ലെങ്കിൽ ഒരു മുത്തഅല്ലിമിനെയോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളിൽപ്പെട്ട ഏതെങ്കിലും ഒരു നോമ്പ് പിടിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കുട്ടിയെ വിളിച്ചിട്ട് ഒരു നോമ്പ് തുറപ്പിക്കാൻ, ആ കുട്ടിയെ അല്ലെങ്കിൽ ആ ഒരാളെ നോമ്പ് തുറപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയാൽ വലിയ പ്രതിഫലമാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് കിട്ടുക. പിന്നെ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ എന്ന ദിക്ർ, അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ഇസ്തിഗ്ഫാർ, അതുപോലെ തന്നെ ധാരാളമായിട്ട് എന്ത് ചെയ്യുക? സ്വലാത്തുകൾ പറയുക. വെള്ളിയാഴ്ച രാവ് കൂടിയാണ്, അതുകൊണ്ട് നാളെ വെള്ളിയാഴ്ച രാവ് കൂടിയാണ്, ധാരാളമായിട്ട് സ്വലാത്തുകൾ പറയുക. നമ്മൾ ഈ നിയ്യത്ത് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. നിയ്യത്ത് വെക്കുമ്പോൾ, നോമ്പിന്റെ നിയ്യത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പലരും രാത്രി നോമ്പിന്റെ നിയ്യത്ത് വെക്കാൻ മറന്നുപോകും.
രാത്രി നോമ്പിന്റെ നീയത്ത് വെക്കാൻ മറന്നു പോകും, പിറ്റേന്ന് രാവിലെ ആയിരിക്കും ഓർക്കുക. അപ്പോൾ അവർ ഓർക്കും, ഞങ്ങൾ നോമ്പിന്റെ നീയത്ത് വെച്ചില്ലല്ലോ, ഇനി നോമ്പ് കിട്ടൂലല്ലോ എന്ന് വിചാരിക്കേണ്ട. ഇനിയിപ്പോൾ ഇന്നത്തെ രാത്രി നിങ്ങൾ നാളത്തെ നോമ്പിന്റെ നീയത്ത് വെക്കാൻ മറന്നു പോയിട്ടുണ്ട് എങ്കിൽ നാളെ ളുഹറിന് മുമ്പ് നമ്മൾ ഓർത്താൽ, നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ നാളെ ളുഹറിന് മുമ്പെങ്കിലും ആ നീയത്ത് വെക്കാൻ മറന്നു പോകരുത് നാളത്തെ നോമ്പിന്റെ. ഇന്ന് തന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു 4 നീയത്ത് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ആ നീയത്തുകൾ മറന്നു പോവാതെ നമ്മൾ പറയണം. നമ്മുടെ മക്കളെ കൊണ്ട്, നമ്മുടെ വീട്ടിൽ ആരൊക്കെ നോമ്പ് പിടിക്കുന്നോ അവർക്കൊക്കെ ഈ നീയത്ത് നമ്മളായിട്ട് പറഞ്ഞു കൊടുക്കുക. നീയത്തോടു കൂടി വേണം നോമ്പ് പിടിക്കുക. പലരൊക്കെ സുന്നത്ത് നോമ്പ് പിടിക്കുമ്പോൾ ചുമ്മാ അങ്ങോട്ട് പിടിക്കലാണ്, നീയത്ത് പലപ്പോഴും മറന്നു പോവാറുണ്ട്. അത് ഉണ്ടാവാൻ പാടില്ല. പിന്നെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ, അത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദിക്റാണ്. ഈ ദിക്റിന് ഒരു പ്രത്യേകതയുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം. നബി തങ്ങൾ പറയുകയാണ്, ഒരു രോഗമുള്ള മനുഷ്യൻ, രോഗം എന്ന് പറഞ്ഞാൽ അത് വല്ല ക്യാൻസറോ ബ്രെയിൻ ട്യൂമറോ ഒന്നും വേണ്ട. അള്ളാഹു താല നമ്മളെ എല്ലാവിധ രോഗങ്ങളെ തൊട്ടും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആർക്കൊക്കെ എന്തൊക്കെ അസുഖങ്ങളുണ്ടോ അള്ളാഹു എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അപ്പൊ നമുക്കൊരു തലവേദന വന്നാൽ മതി, അല്ലെങ്കിൽ ഒരു പല്ലുവേദനയാണ്, അല്ലെങ്കിൽ കാലുവേദന, മുട്ടുവേദന, അങ്ങനെ ശരീരത്തിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത, വേദനയൊക്കെ ഉള്ള സമയത്ത് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ ഒരാൾ 40 പ്രാവശ്യം പറഞ്ഞാൽ, 40 പ്രാവശ്യം ആ രോഗത്തിന്റെ സമയത്ത് പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം 2 ഓപ്ഷനാണ്. ഒന്ന് ആ രോഗം മാറുന്നതോടൊപ്പം തന്നെ, തലവേദനയാണ് അല്ലെങ്കിൽ പനിയാണ്, നടുവേദനയാണ്, മുട്ടുവേദനയാണ്, ആ രോഗം മാറുന്നതോടൊപ്പം തന്നെ അവന്റെ പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇനി അഥവാ അവന്റെ ആ രോഗത്തോടു കൂടി അവൻ മരിക്കുകയാണെങ്കിൽ, അല്ല, ഒന്നുകിൽ രോഗം മാറും അല്ലെങ്കിൽ മരിക്കുമല്ലോ, അങ്ങനെയാണല്ലോ. അപ്പോൾ രോഗത്തോടു കൂടി അവൻ മരണപ്പെടുകയാണെങ്കിൽ അവനിക്ക് അല്ലാഹു തആല ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ ഇന്ന് മഗ്‌രിബിന് മുമ്പ് പറയണേ. നാളെ മഗ്‌രിബിന് മുമ്പ് നിങ്ങളതൊരു 40 വട്ടം പറയണേ. മറ്റന്നാളും പറയണം. 40 വട്ടം ഞാൻ ഒരു എണ്ണം ചെറുതാക്കി പറഞ്ഞതാണ്. എത്രയാണോ നമുക്ക് പറയാൻ പറ്റുന്നത് അത്രമാത്രം അധികരിപ്പിക്കുക. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതിന് ഒരുപാട് ശ്രേഷ്ഠതയും പ്രത്യേകതയൊക്കെ ഉണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് മനസ്സിലാക്കി വെക്കുക. പിന്നെ കൂട്ടത്തിൽ നോമ്പ് പിടിക്കാൻ പറ്റാത്ത സഹോദരിമാരുണ്ട്, നിസ്കാരമില്ലാത്ത സഹോദരിമാർ, വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട. നിങ്ങൾക്ക് നാളെയോ മറ്റന്നാളും മുഹറം 9, 10 നോമ്പ് പിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഈ മുഹറം മാസം അവസാനിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ദിവസം, പ്രത്യേകിച്ച് നല്ലത് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നിങ്ങൾ സുന്നത്ത് നോമ്പ് പിടിക്കുക. ആ കൂട്ടത്തിൽ എനിക്ക് പിടിക്കാൻ പറ്റാതെ പോയ മുഹറം 9 നോമ്പ് അല്ലെങ്കിൽ മുഹറം 10 നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിച്ചു വിടുന്നു എന്ന നിയ്യത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഈ മുഹറം 9, 10 നോമ്പിന്റെ പ്രതിഫലം ഇൻഷാ അല്ലാഹ് ആ നോമ്പിലൂടെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ മാത്രമല്ല, ഈ നിസ്കാരമില്ലാത്തവരും ഉള്ളവരും എല്ലാവരും ഇസ്തിഗ്ഫാർ ധാരാളമായിട്ട് ഇനിയുള്ള സമയത്തിൽ ധാരാളമായിട്ട് പറയുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. കാരണം ഈ മുഹറം 9, 10 നോമ്പിലൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത് മഗ്ഫിറത്താണ്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള മഗ്ഫിറത്താണ്, മർഹമത്താണ്. റഹ്മത്തും മഗ്ഫിറത്തും കിട്ടണം, കരുണയും പാപമോചനവും കിട്ടണം. അതിന് ഏറ്റവും നല്ല വഴി ഇസ്തിഗ്ഫാർ പറയാൻ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. കൂട്ടത്തിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്റോട് കൂടിയാണ് പറയുന്നതെങ്കിൽ അത് ഇരട്ടി മധുരമായിട്ട് നമുക്കതിന്റെ പ്രതിഫലം കിട്ടും. അപ്പോൾ അൽഹംദുലില്ലാ. പിന്നെ നല്ലവണ്ണം ദുആ ചെയ്യണം. ദുആ മസ്റ്റാണ്. ദുആക്ക് നല്ല ഇജാബത്ത് കിട്ടുന്ന സമയങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. നല്ലവണ്ണം ദുആരക്കുക. ഇന്ന് ദുആരക്കണം, നാളെ ദുആ ചെയ്യണം, മറ്റന്നാൾ ദുആരക്കണം. എല്ലാ ദുആയും ഉസ്താദിനെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് പോകരുത്. ഉസ്താദൊക്കെ ദുആരക്കും. കൂട്ടത്തിൽ നമ്മുടെ കാര്യം പറഞ്ഞ് നമ്മൾ ദുആരക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെ എന്തൊക്കെ രൂപത്തിൽ പ്രയാസപ്പെടുന്ന പ്രശ്നത്തിലായിട്ടുണ്ടോ എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ അല്ലാഹു തആല മാറ്റി കൊടുക്കുമാറാവട്ടെ. അപ്പോൾ നോമ്പിന്റെ കാര്യമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളൊക്കെ ഇപ്പോൾ ഫുട്ബോൾ ലഹരിയിലാണ്, അല്ലേ, ഫുട്ബോളിലാണ്. അപ്പോൾ അതുകൊണ്ട് ഫുട്ബോൾ കാണണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ മക്കളിൽ വളരെയധികം ശ്രദ്ധിക്കണേ. ഉറക്കം ഒഴിച്ചിങ്ങനെ ആ ഒരു ഫുട്ബോളുകൾ കാണുന്ന ഒരു അവസ്ഥ അത് നല്ലതല്ല എന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം നമ്മുടെ മക്കളെ ഉണർത്തുക, അവരെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും അല്ലാഹു തആല തരുമാറാവട്ടെ. നാളെ മുഹറം 10, അതായത് വെള്ളിയാഴ്ച മുഹറം 10, അതിന്റെ പിറ്റേന്ന് ശനിയാഴ്ച മുഹറം 11, ഈ 3 ദിവസവും നോമ്പ് പിടിക്കാൻ പറ്റിയാൽ ഏറ്റവും
ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ നാളെ മറ്റന്നാൾ അതിൻ്റെ പിറ്റേന്ന് 3 ദിവസം മുഹറം 9, 10, 11 ദിവസങ്ങളിൽ നോമ്പ് പിടിക്കാൻ പറ്റിയാൽ ഏറ്റവും ഹൈറാണ്, ഒരുപാട് പ്രതിഫലമാണ്. അല്ലെങ്കിൽ കുറഞ്ഞത് മുഹറം 9-നോ 10-നെങ്കിലും പിടിക്കുക, അല്ലെങ്കിൽ മുഹറം 10-നെങ്കിലും നമ്മൾ ഇൻഷാ അല്ലാഹ് നോമ്പുകാരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അവരും കാണട്ടെ, അവരും പഠിക്കട്ടെ, അവരും മനസ്സിലാക്കട്ടെ, അവരും അമൽ ചെയ്യട്ടെ. അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും കിട്ടും, എനിക്കും കിട്ടും. അതോടൊപ്പം തന്നെ ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും ഇത് അവസാനം വരെ കണ്ട് ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും മറന്നുപോകണ്ട. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഖൈറിന്റെ സലാമത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.